കഴിഞ്ഞ ആഴ്ചയിലെ 10 പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ വളരെ വേഗം പരിശോധിക്കുകയാണ് ടോപ്പ് 10 വേൾഡ് റബ്. ആദ്യത്തെ വാർത്ത അത് ചൈന അമേരിക്ക വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചൈനയും US തമ്മിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോള വിപണിയെ പിടിച്ചുലച്ച US ചൈന പകരച്ചുങ്ക യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. വ്യാപാര യുദ്ധം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ജനീവയിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. പരസ്പരം ചുമത്തിയ അധിക തീരുവകൾ കുറക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വാർത്ത റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഫലം കാണാതെ പോയിരിക്കുകയാണ് യുക്രൈനുമായുള്ള റഷ്യയുടെ ചർച്ച. യുദ്ധം ആരംഭിച്ച് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയത്. തുർക്കിയുടെ മധ്യസ്ഥതയിലാണ് ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടന്നത്. സമാധാനം സാധ്യമാകണമെങ്കിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ തയ്യാറാകണമെന്നും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും യുദ്ധത്തടവുകാരെയും ഉടൻ വിട്ടയക്കണം എന്നും യുക്രൈൻ ചർച്ചയിൽ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചെങ്കിലും കൂടുതൽ വിദേശ ആയുധങ്ങൾ സമാഹരിക്കാനുള്ള ഒരു ഇടവേളയായി വെടിനിർത്തലിനെ യുക്രൈൻ ഉപയോഗിക്കാനുള്ള സാധ്യത അവർ ചൂണ്ടിക്കാട്ടി. സമാധാന ചർച്ച കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുക്രൈനിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി. സുമി പ്രവിശ്യയിൽ ബസ്സിന് നേരെ നടന്ന ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. മൂന്നാമത്തെ വാർത്ത അത് വത്തിക്കാനിൽ നിന്നാണ്. മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി ലിയോ 14 ഔദ്യോഗികമായി ചുമതലയേറ്റു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വലിയ ഇടയൻ്റെ വസ്ത്രവും സ്ഥാനാരോഹണ മോതിരവും മാർപ്പാപ്പ ഏറ്റുവാങ്ങി. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നാലാമത്തേത് കൗതുകമുള്ള ഒരു വാർത്തയുടെ ഫോളോ അപ്പാണ്. നാപ്പാം ഗേൾ ചിത്രത്തിൻ്റെ ക്രെഡിറ്റ് നീക്കി എന്നുള്ളതാണ്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭീകരത ലോകത്തിന് തുറന്നുകാട്ടിയ വിശ്വവിഖ്യാതമായ നാപ്പാം ഗേൾ ചിത്രത്തിൻ്റെ ക്രെഡിറ്റ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന നീക്കിയിരിക്കുന്നു. നാപ്പാം പെൺകുട്ടിയുടെ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ എന്ന പദവിയിൽ നിന്ന് വിയറ്റ്നാംകാരൻ നിക് ഊട്ടിനെയാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ് എന്ന സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ നടപടി. ചിത്രമെടുത്ത ആളുടെ പേര് എഴുതി വെക്കുന്ന സ്ഥാനത്ത് ഇനി അറിയില്ല എന്ന് ആണ് എഴുതി വെക്കുക. AP-യുടെ ഫോട്ടോഗ്രാഫറായ നിക്കൂട്ട് അല്ല ചിത്രം പകർത്തിയതെന്നും പ്രാദേശിക ഫ്രീലാൻസർ ആയ ഫോട്ടോഗ്രാഫർ നോയൻ ടാനെയാണ് എന്നുമുള്ള ഒരു വാദം ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെൻ്ററി അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു. ഇനി നോക്കാം അഞ്ചാമത്തെ വാർത്ത. അത് ആപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. ആപ്പിൾ ഇന്ത്യയിലേക്ക് വരേണ്ട എന്ന് പറയുന്നത് സാക്ഷാൽ US-ൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ചൈന വിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദനം കൂട്ടാനുള്ള ആപ്പിളിൻ്റെ നീക്കത്തിനാണ് ട്രംപ് തടയിടുന്നത്. ഇന്ത്യയിൽ ആപ്പിളിൻ്റെ പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കേണ്ടതില്ല എന്നാണ് ആപ്പിൾ CEO ടീം കുക്കിനോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ദോഹയിൽ നടന്ന ബിസിനസ് പരിപാടിക്കിടെയാണ് ട്രംപ് ആപ്പിളിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2026 അവസാനത്തോടു കൂടി US-ൽ വിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളും ഇന്ത്യയിലെ ഫാക്ടറിയിൽ നിർമ്മിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിട്ടിരുന്നത്. ചൈനയിലെ ഉയർന്ന ടാരിഫുകൾ ഒഴിവാക്കാൻ ഈ പദ്ധതികൾ വേഗത്തിലാക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് തടയിടുകയാണ് ട്രംപ്. ആറാമത്തെ വാർത്ത അത് മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോയും ഗൂഗിളും തമ്മിലുള്ള ഏറ്റവും കൗതുകകരമായ മറ്റൊരു കേസാണ്. മെക്സിക്കോ ഗൂഗിളിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയിൽ ഗൂഗിൾ മാപ്സിൽ മെക്സിക്കോ ഉൾക്കടലിനെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് നാമകരണം ചെയ്തതിന് എതിരെയാണ് നടപടി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപാണ് ഈ പേര് മാറ്റാൻ ഉത്തരവിട്ടത്. പല വാർത്താ ഏജൻസികളടക്കം ഇത് തിരുത്താൻ തയ്യാറായിരുന്നില്ല. ഗൂഗിൾ ട്രംപിന് വഴങ്ങുകയായിരുന്നു. ഏഴാമത്തെ വാർത്ത അത് കൊളംബിയയിൽ നിന്നാണ്. കൊളംബിയയും ചൈനയും തമ്മിൽ ഇപ്പോൾ കൂടുതൽ അടുക്കുകയാണ്. പല കരാറുകളിലേക്കും വരുന്നു. കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായിരുന്നു കൊളംബിയ. പക്ഷേ 2022 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുസ്താവോ പെട്രോ മധ്യ ഇടതുപക്ഷ നേതാവാണ്. അങ്ങനെയാണ് ചൈനയുമായി കൊളംബിയ അടുക്കുന്നത്. ബെയ്ജിങ്ങിൽ നടന്ന ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങിന് ലാറ്റിൻ അമേരിക്കയിൽ പുതിയ കുറേ നിക്ഷേപ പദ്ധതികൾ ലഭിച്ചിരിക്കുകയാണ്. ഈ നീക്കം ട്രംപ് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കും എന്നതിൽ സംശയമില്ല. എട്ടാമത്തെ വാർത്ത അത് UK-യിൽ നിന്നാണ്. UK-യിൽ ബ്രിട്ടന്റെ പുതിയ കുടിയേറ്റ നയം അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ. കുടിയേറ്റത്തെ കർശനമായി നിയന്ത്രിക്കുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. കുടിയേറ്റക്കാരുടെ എണ്ണം കുറക്കാൻ ജോലിക്കാരുടെ അടിസ്ഥാന യോഗ്യതകൾ ഉയർത്തും എന്നുള്ളതാണ് ഒരു പ്രഖ്യാപനം. വിദ്യാർത്ഥികളുടെ വിസ കാലാവധി കുറക്കും. അതേപോലെ തന്നെ കുടിയേറുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ആയിരിക്കണം എന്ന നിബന്ധന. കുടിയേറ്റത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന റിഫോം UK പാർട്ടി ഈ അടുത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വിജയം നേടിയിരുന്നു. ആ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനവുമായി കുടിയേറ്റ നയവുമായി UK പ്രധാനമന്ത്രി എത്തുന്നത്. ഇനി 9ാമത്തെ വാർത്ത ലോകം അധികം ശ്രദ്ധിക്കാത്ത ഒരു വാർത്തയാണ്. 29.5 കോടി ജനങ്ങൾ കൊടും പട്ടിണിയിലാണ്
കഴിഞ്ഞ വർഷം എന്നുള്ളതാണ് ആ വാർത്ത. കഴിഞ്ഞ വർഷം ലോകത്ത് 29.5 കോടി പേർ കൊടും പട്ടിണിയിൽ ആയിരുന്നുവെന്ന് UN റിപ്പോർട്ട് വരുന്നു. 65 രാജ്യങ്ങളെയാണ് ഇതിനുവേണ്ടി പഠന വിധേയമാക്കിയത്. അതിൽ 53 രാജ്യങ്ങളിൽ ഉള്ള ആളുകളാണ് കൊടും പട്ടിണിയിൽ ഉള്ള ഈ 29.5 കോടി ആളുകളും. തുടർച്ചയായ 6ാം വർഷമാണ് പട്ടിണിക്കാരുടെ എണ്ണം കുത്തനെ കൂടുന്നത്. സഹായ വിതരണം പ്രതിസന്ധിയിലായ ഈ വർഷവും കാര്യങ്ങൾ ആശാവഹം ആയിരിക്കില്ല എന്ന് ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ് ചൂണ്ടിക്കാട്ടുന്നു. ഇനി 10ാമത്തെ വാർത്ത ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ്. കോങ്കോയിലെ വെള്ളപ്പൊക്കമാണ്. ലോകം അധികം ചർച്ച ചെയ്യപ്പെടാത്ത 100 മരണങ്ങൾ. കിഴക്കൻ കോങ്കോയിൽ വെള്ളപ്പൊക്കത്തിലാണ് 100 പേർ മരിച്ചത്. തുടർച്ചയായ മഴയും ശക്തമായ കാറ്റും അവിടെയുള്ള കസാബ നദി കരകവിഞ്ഞു ഒഴുകാൻ കാരണമായി. 150-ലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മുഴുവൻ തകർന്നു. മുഴുവൻ കുടുംബങ്ങളും ഒലിച്ചുപോയി. ആഭ്യന്തര യുദ്ധം കാരണം കോങ്കോയിൽ ഭരണ സംവിധാനം താറുമാറായിട്ട് കുറേ കാലമായി. റെഡ് ക്രോസ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘങ്ങളാണ് കുറച്ചെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.